അസ്സലാമു അലൈക്കും. മലബാറിൻ്റെ പൂർവചരിത്രം നിർമ്മിതിക്ക് കടൽ എത്രമാത്രം പ്രാധാന്യം വഹിച്ചിട്ടുണ്ട് എന്നുള്ളതും അതോടൊപ്പം തന്നെ ഒരു ഉൽപാദനത്തിൻ്റെ വരവോടൊപ്പം ഒരു സംസ്കാരത്തിൻ്റെ വിനിമയം എങ്ങനെയാണ് നമ്മുടെ ദേശത്ത് ഉണ്ടായിട്ടുള്ളത് എന്ന് തെയ്യത്തിൻ്റെ ഇമേജ് വെച്ചുകൊണ്ടാണ് ഞാനിവിടെ വിശദീകരിക്കാൻ പോകുന്നത്. പൊതുവെ വടക്കേ മലബാറിൽ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് തെയ്യമെന്നുള്ളത്. പക്ഷേ നമ്മുടെ ഈ പ്രദേശത്ത് ഈ തെയ്യത്തെ എത്രമാത്രം ഉൾക്കൊണ്ടിട്ടുണ്ടെന്നും അതെങ്ങനെ പഠിച്ചിട്ടുണ്ടെന്നും എനിക്കറിയില്ല. നാം നേരത്തെ തന്നെ നമ്മുടെ മലബാറിലെ ഇസ്ലാമിൻ്റെ ആഗമനത്തെക്കുറിച്ച് പല രീതിയിലും പല അഭിപ്രായങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പൊതുവെ ബ്രാഹ്മണ കുടിയേറ്റവും അതുണ്ടാക്കിയ ക്ഷേത്ര കേന്ദ്രീകൃതമായ ഉൽപാദന വിതരണ ഭൂബന്ധങ്ങളെ കുറിച്ചിട്ട് അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് മധ്യകാല കേരളത്തെ പൊതുവെ നമ്മുടെ കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട ചരിത്രകാരന്മാരൊക്കെ അനലൈസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ എൻ്റെ മലബാറിൽ ഇസ്ലാമിൻ്റെ ആധുനിക പൂർവ്വചരിത്രം എന്ന ഗ്രന്ഥത്തിലൂടെ ഇതിന് ഉപരിയായിക്കൊണ്ട് ഇൻ്റർനാഷണൽ ട്രേഡ് നെറ്റ്വർക്കിൻ്റെ ഭാഗമായിക്കൊണ്ട് ഉൽപാദനത്തിൻ്റെ വിനിമയത്തോടൊപ്പം തന്നെ ഒരു സംസ്കാരത്തിൻ്റെ വിനിമയം കൂടി നമ്മുടെ ദേശത്ത് നടന്നിട്ടുണ്ടെന്നും അതിൻ്റെ ഭാഗമായി കൊണ്ടാണ് ഇസ്ലാമിൻ്റെ വരവിനെ കാണേണ്ടതെന്നും വളരെ ഊന്നിക്കൊണ്ട് ഞാൻ എൻ്റെ പുസ്തകത്തിൽ കൃത്യമായിട്ട് പറഞ്ഞ എൻ്റെ ഒരു ആർഗ്യുമെൻ്റാണ്. പക്ഷെ ഞാൻ 2-3 കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഇത് പൊതുവെ 7-ാം നൂറ്റാണ്ടിനും 10-ാം നൂറ്റാണ്ടിനും ഇടയിൽ നടക്കുന്ന ഒരു സാമൂഹ്യ രൂപീകരണത്തോടൊപ്പം തന്നെ എങ്ങനെയാണ് വടക്കേ മലബാറിലെ, പ്രത്യേകിച്ചും വടക്കേ മലബാറിലെ ഹിൻഡർലാൻഡിലേക്ക് ഇസ്ലാം ഉണ്ടാക്കിയെടുത്തത് എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട വിഷയം വരുന്നത്. പൊതുവെ നമ്മുടെ ടെക്സ്റ്റൽ ഇസ്ലാം, ഖുറാനും ഹദീസും അതൊക്കെ വെച്ചുകൊണ്ടുള്ള ഇസ്ലാം കച്ചവട കേന്ദ്രങ്ങളിൽ കാര്യമായിട്ട് നിലനിന്നപ്പോൾ ഉൽപാദന കേന്ദ്രങ്ങളിൽ ഏത് തരത്തിലുള്ള ഇസ്ലാമാണ് നിന്നിരുന്നത് എന്ന് പഠിക്കുന്നതിന് ഏറ്റവും നല്ല ഉപകരണമായിട്ട് സ്വീകരിക്കേണ്ട ഒന്നാണ് തെയ്യം എന്നുള്ളതിനെ വെച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ പേപ്പറിലൂടെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അവതരിക്കാൻ പോകുന്നത്. പൊതുവെ നാം പറയാറുള്ളത് 12-ാം നൂറ്റാണ്ടിലുണ്ടായിരുന്ന മംഗോളിയൻ ആക്രമണത്തിന് ശേഷം ഇസ്ലാമിക സ്റ്റേറ്റിലുണ്ടായിരുന്ന വലിയ തകർച്ചയോട് കൂടിയാണ് മലബാർ റീജിയനിലേക്ക് പൊതുവെ പറഞ്ഞാൽ നേരത്തെ തന്നെ നമ്മുടെ ഈ മെറ്റീരിയൽസ് വരുന്നുണ്ട്, ഈ സ്കോളേഴ്സ് വരുന്നുണ്ട്, ടെക്സ്റ്റ് വരുന്നുണ്ട്, ടെക്നോളജി വരുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ സൂഫിസത്തിൻ്റെ മൂവ്മെൻറ്റ് മലബാറിലേക്ക് ഉണ്ടായതായിട്ട് നമുക്ക് കാണപ്പെടാൻ പറ്റും. വടക്കേ മലബാർ നേരത്തെ തന്നെ ഹുസൈൻ കണ്ണത്താനെ പോലുള്ളവർ പറയുന്നുണ്ട്, തലശ്ശേരിക്കടുത്തുള്ള ഈ അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് അലി ഇബ്നു കൂഫി അല്ലെങ്കിൽ ഈ ഏഴുമല കേന്ദ്രീകരിച്ചുകൊണ്ട് ഏഴുമല കേന്ദ്രീകരിച്ച് ഓലക്കൽ അബ്ദുൽ ലത്തീഫ് എന്ന് പറയുന്നവരൊക്കെ 7-ാം നൂറ്റാണ്ടിൽ തന്നെ സൂഫിസം പ്രചരിപ്പിച്ചു എന്ന് പറയും. പക്ഷെ അതിന് കൃത്യമായിട്ടുള്ള എവിഡൻസ് നമുക്ക് ടെക്സ്റ്റലായിട്ടുള്ള എവിഡൻസോ ഇൻസ്ക്രിപ്ഷൻ എവിഡൻസോ ഒന്നും ലഭ്യമല്ല. അതൊരു വാദമായിട്ട് മാത്രമാണ് നിലനിൽക്കുന്നത്. എനിക്ക് തോന്നുന്നത് 12-ാം നൂറ്റാണ്ടിനും 13-ാം നൂറ്റാണ്ടിനും ഇടയിലാണ് വടക്കേ മലബാറിലേക്ക് കാര്യമായിട്ടും ഈ ഇസ്ലാമിക സ്കോളേഴ്സിനോടൊപ്പം തന്നെ അല്ലെങ്കിൽ ഈ കച്ചവടക്കാരോടൊപ്പം തന്നെ കാര്യമായിട്ടും ഈ സൂഫി മിഷണറീസ് വരുന്നതായിട്ട് കാണാൻ പറ്റും. പൊതുവെ നമ്മുടെ ഓറലായിട്ട് വടക്കേ മലബാറിൽ പറഞ്ഞു വരുന്നത് 20ഓളം സൂഫികളാണ് പ്രധാനപ്പെട്ട കച്ചവട കേന്ദ്രമായ മദായിൽ എത്തപ്പെടുകയും അവർ പ്രധാനമായ കേന്ദ്രമായിരുന്ന 7 മല കേന്ദ്രീകരിച്ചുകൊണ്ട് 2 വിഭാഗമായിട്ട് പിരിയുകയും ഒരു വിഭാഗം കച്ചവട കേന്ദ്രങ്ങളിൽ ഇസ്ലാമിക മിഷണറി ആക്ടിവിറ്റീസ് നടത്തിപ്പോവുകയും വേറൊരു വിഭാഗം ഉൽപാദന കേന്ദ്രങ്ങളിലേക്കാണ് ഇസ്ലാമിൻ്റെ ചൈതന്യമായിട്ട് പോയിരിക്കുന്നത്. അപ്പം ഞാൻ നേരത്തെ കാണുന്നത് പോലെ അന്നുണ്ടായിരുന്ന നമ്മുടെ മധ്യകാലത്തിലെ നമുക്ക് എങ്ങനെയാണ് ഇവിടുത്തെ സാമൂഹ്യ വ്യവസ്ഥ എങ്ങനെയുണ്ടായിരുന്നു സൈനുദ്ദീൻ മക്തൂമിൻ്റെ തൗഫയിൽ ഏറെക്കുറെ നമുക്ക് മനസ്സിലാക്കും. പക്ഷെ അതിന് മുൻപ് ഏത് തരത്തിലുള്ള സാമൂഹ്യ വ്യവസ്ഥ ഉണ്ടായി എന്ന് പഠിക്കേണ്ടിക്ക് നമുക്ക് അത് ആദ്യമായിട്ട് നമുക്ക് പറ്റുന്ന തെയ്യത്തെ ഉപദാനമാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. അതിന് ഈ തോട്ടുങ്കര ഭഗവതി തെയ്യത്തിൻ്റെ തോട്ടമെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. ഒരു ഉദ്ഘാടനത്തിൽ ഇരുന്നു കൊണ്ട് ഒരു തീയ പെൺകുട്ടി അതിമനോഹരമായ രീതിയിൽ രാമായണം രാത്രി വായിക്കുന്നതാണ് കാണപ്പെടുന്നത്.
ഇത്രയും മനോഹരമായിട്ട് ഇവിടെ നിന്നാണ് ഇത്രയും മനോഹരമായിട്ട് ഈ നിലാവുള്ള രാത്രി കാറ്റിന്റെ ഗതിക്കനുസരിച്ചുകൊണ്ട് ഈ രാമായണം അതിമനോഹരമായ ഈണത്തിൽ വായിച്ചു കേൾക്കുന്നറിയാൻ വേണ്ടി നാട് വഴിയും അദ്ദേഹത്തിന്റെ കാര്യസ്ഥനും ഇങ്ങനെ ഉൾനാടുകളിൽ സഞ്ചരിക്കും. അവസാനം കാണുന്നത് ഒരു കുടിലിൽ നിന്ന് ഒരു പെൺകുട്ടി അതിമനോഹരമായിട്ട് രാമായണം വായിക്കുന്നതായിട്ട് കാണപ്പെടുന്നത്. അപ്പൊ അദ്ദേഹം ചോദിക്കും, നാടുവായി ചോദിക്കും, നിനക്ക് എവിടെ നിന്നാണ് ഇത്ര മനോഹരമായിട്ട് രാമായണം വായിക്കാൻ നീ പഠിച്ചത്? ഇത് പാടാൻ രാമായണം വായന എനിക്ക് പറ്റില്ലാത്ത ചൊല്ലാൻ പാടില്ലാത്തതാണ്. അപ്പൊ ഈ പെൺകുട്ടി വളരെ വിഷമത്തോട് പറയും, ഞാൻ ഈ ഇല്ലത്ത് പണിക്ക് പോയപ്പോൾ, അല്ലെങ്കിൽ അവിടുത്തെ ജമ്മിയുടെ വീട്ടിൽ പണിക്ക് പോയപ്പം അവിടുത്തെ തമ്പ്രാട്ടി പാടുന്നത് ഞാൻ ഹൃദയസ്ഥമാക്കിയിട്ടാണ് ഇത് പാടിയത്. പിറ്റേന്ന് തന്നെ നാടുവാഴി ആ പെൺകുട്ടിയെ വിചാരണ ചെയ്യുകയും ആ പെൺകുട്ടിയുടെ തലയിൽ ഈ തീ കത്തിച്ചുകൊണ്ട് ആ പെൺകുട്ടി ഓടി അവസാനം തോട്ടുംകരയിൽ വന്നിട്ട് വീണ് മരിക്കുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഇത് കാണിക്കുന്നത് പൂർവ്വകാലത്ത് അല്ലെങ്കിൽ മധ്യകാലത്ത് നമ്മുടെ ദേശത്തുണ്ടായിരുന്ന ജാതി സമ്പ്രദായത്തെ കൃത്യമായിട്ട് വരച്ചു വെക്കുന്ന ഒരു അടയാളമായിട്ടാണ്, കൃത്യമായിട്ടുള്ള ഒരു അടയാളമായിട്ടാണ് ഇത് കാണുന്നത്. ഈ ഒരു അവസ്ഥയിലാണ് ഞാൻ പറഞ്ഞതുപോലെ വടക്കേ മലബാറിലുണ്ടായിരുന്ന മടായി കേന്ദ്രീകരിച്ചുകൊണ്ട് ചില സൂഫികൾ ഇന്റർ സ്റ്റേറ്റിലേക്ക്, അത് ഇന്റർലാൻഡ് ഉൽപാദന കേന്ദ്രങ്ങളിലേക്കാണ് ഇത്തരം പ്രവർത്തനങ്ങളുമായിട്ട് പോകുന്നത്. അതായത് ജാതി വ്യവസ്ഥയിൽ അധിഷ്ഠമായ സാമൂഹ്യ വ്യവസ്ഥയിൽ ഇസ്ലാം മുന്നോട്ട് വെച്ചിരിക്കുന്ന ഇസ്ലാമിന്റെ മഹത്തായ സംസ്കാരത്തെയാണ് അവർ പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഉൾനാടുകളിൽ പൊതുവെ പറഞ്ഞാൽ നമ്മുടെ വടക്കൻ മലബാറിൽ പൊതുവെ എനിക്ക് തോന്നുന്നു വെച്ചാൽ ഒരു 20-ലധികം മുസ്ലിം തെയ്യങ്ങളെ കാണാൻ പറ്റും. ഈ തെയ്യങ്ങളെ പൊതുവെ പറഞ്ഞാൽ ഈ മാപ്പിള തെയ്യം എന്ന് പറയുന്നത് തെയ്യം അനുഷ്ഠാനത്തിൽ പൊതുവെ ക്ലാസിഫിക്കേഷൻ ഇല്ല. തെയ്യം അനുഷ്ഠിക്കുന്ന ആൾക്കാരാണ് ഇത്തരം തെയ്യങ്ങളെ ക്ലാസിഫിക്കേഷൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ തെയ്യം ആധാരത്തിൽ പൊതുവെ പറഞ്ഞാൽ ഇതിനെ പേർ ചൊല്ലി വിളിക്കുകയാണ് പതിവ് തെയ്യത്തെ. പക്ഷെ ഇത് കാണിക്കുന്നത് നമ്മുടെ മലബാറിൽ ഉണ്ടായിരുന്ന അനേകം ജാതികളിൽ ഒരു ജാതിയായിട്ടാണ് മുസ്ലിങ്ങളും അവിടെ നിൽക്കുന്നത്. പ്രത്യേക രീതിയിലുള്ള ടെക്സ്റ്റൈൽ ഇസ്ലാം എന്ന രീതിയിലേക്ക് ഉൾഗ്രാമങ്ങൾ, അതായത് പ്രൊഡക്ഷൻ സെന്ററുകളിൽ നിൽക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഇതിനകത്ത് ഉദാഹരണമായിട്ട് എടുക്കുന്നത് 20 തെയ്യങ്ങളിൽ 3 തെയ്യങ്ങളിൽ, അതായത് കലന്തൻ മുക്രി തെയ്യം, അതുപോലെ ആഴി തെയ്യം, അതുപോലെ കല്ലായി മമ്മുത്തെയ്യം, അതുപോലെ വൈദ്യുതി മുത്തച്ഛി തെയ്യം എന്ന് പറഞ്ഞ 4 തെയ്യങ്ങളിൽ നമുക്ക് കൃത്യമായിട്ടും ഇതിനകത്ത് സൂഫി എലമെന്റ്സ് കാണുവാൻ സാധിക്കും. ആ തെയ്യത്തിൻ്റെ ഇമേജ് എടുത്തു. അതായത് ഒരു പുരാവൃത്ത പ്രകാരം കല്ലായി മമ്മു എന്ന് പറയുന്ന ഒരു ഭ്രാന്തനായ മനുഷ്യൻ ഒരു കാവിൻ്റെ നടയിൽ പോയിട്ടിരിക്കുന്നു. അപ്പൊ കാവിൻ്റെ നടയിൽ പോയിട്ടിരിക്കുന്ന സമയത്ത് അവിടെ കാവിൽ സന്ധ്യക്ക് തിരിവെക്കാൻ വരുന്ന അന്ത്യത്തിരം പറയും, നിങ്ങൾ ഈ കാവിൽ ഇവിടെ ഇങ്ങനെ അടിപ്പതിയിൽ ഇരിക്കാൻ പാടില്ല, സന്ധ്യ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുന്നു. അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറയും, എനിക്കൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ. അപ്പൊ അദ്ദേഹം അന്ത്യത്തിരിയൻ അദ്ദേഹത്തിന് ഒരു ഇളനീര് ചെത്തി കൊടുക്കും. ഇളനീര് എന്നുള്ളത് പ്യൂരിറ്റി ആൻഡ് ഇൻപ്യൂരിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ അന്നത്തെ മധ്യകാലത്തെ സമൂഹ വ്യവസ്ഥയിൽ പൊതുവെ പറഞ്ഞാൽ നമ്മൾ ഈ വേവിച്ച ഭക്ഷണങ്ങൾ ഇങ്ങനത്തെ ആൾക്കാർക്ക് കൊടുക്കില്ല. നമ്മൾ ചില ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് ഇളനീരും അല്ലെങ്കിൽ പഴങ്ങൾ കൊടുക്കും. നമ്മുടെ വീട്ടിൽ അത്ര ആൾക്കാർ വന്നാൽ പഴയ മധ്യകാലത്ത് ഇത്തരത്തിലുള്ള ഇത് പറയും, നമ്മൾ വേവിച്ച നമ്പൂതിരി വീട്ടിൽ വന്നാൽ ആരും ചോറ് കഞ്ഞിവെള്ളം കൊടുക്കില്ല, അവർ കഞ്ഞിവെള്ളം കുടിക്കില്ല. അതുപോലെ തന്നെ ഒരു സാമൂഹ്യ വ്യവസ്ഥ, അതൊരു ആചാരത്തിന്റെ ഭാഗമാണ്. അപ്പൊ അപ്പോൾ ഇളനീര് കൊടുത്തിട്ട് പറയും, നിങ്ങൾ ഇവിടുന്ന് പോകണം എന്ന് പറയും, അറിയിച്ച് പോകണം, ഇവിടെ ഇരിക്കാൻ കാവിന്റെ നടയിൽ ഇരിക്കാൻ പാടില്ല. അദ്ദേഹം ചിരിച്ചുകൊണ്ട് 3-4 കല്ലും 2-3 കാഞ്ഞറ പിറകും പിറക്കിയെടുത്തിട്ട് പറയും, ഇത് നിന്റെ ഭാര്യയെ കൊണ്ടുപോയിട്ട് നല്ലവണ്ണം തേച്ചു കൊടുക്കുക, നിന്റെ അസുഖം മുഴുവനും മാറിപ്പോകും എന്നുള്ളത്. പിന്നെ അദ്ദേഹം പൊട്ടിപ്പൊട്ടി ചിരിക്കുക എന്നുള്ളതാണ്. ഇത് കാണിക്കുന്നത് സൂഫിസത്തിലുണ്ടായിരിക്കുന്ന മസ്ജൂബായ ആൾക്കാരുടെ ഒരു പ്രത്യേക രീതിയിലുള്ള അനുഭവ പാഠ്യമാണ് ഈ കല്ലായി മധു തെയ്യങ്ങളിൽ കാണപ്പെടുന്നത്. അതിനകത്ത് ഉദാഹരണം എന്ന് വെച്ചാൽ ഈ വടക്കേ മലബാറിലെത്തിയ സൂഫികൾ പൊതുവെ അവിടെ ഉണ്ടായിരുന്ന സാധാരണക്കാരോട് ടെക്സ്റ്റൈൽ ഇസ്ലാമിന്റെ ഭാഗങ്ങളൊന്നും പറഞ്ഞു കൊടുക്കാതെ പൊതുവെ പറഞ്ഞാൽ ഇസ്ലാമിന്റെ മഹത്തായ സംസ്കാരങ്ങളാണ് പഠിപ്പിച്ചു കൊടുത്തിരുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും അന്ന് നിലവിലുണ്ടായിരുന്ന ജാതി വ്യവസ്ഥയ്ക്ക് കഷ്ടതയും
നഷ്ടവും വേദനയും സഹനതയും അനുഭവിച്ചിരിക്കുന്ന കീഴാളന്മാരെ അവരെ തലോടുകയും അവരുടെ കുഞ്ഞുങ്ങളെ മടിയിലിരുത്തുകയും അവരെ ലാളിക്കുകയും ചെയ്തപ്പോൾ ഇന്നലെ വരെ അനുഭവിക്കാത്ത ഒരു വലിയ ഒരു സംസ്കാരത്തിൻ്റെ സ്വാധീനമാണ് യഥാർത്ഥത്തിൽ ഇന്റർലാൻഡിൽ ഉണ്ടായിരുന്ന. അവിടുന്ന് ഇസ്ലാമിലേക്ക് നമ്മൾ കൺവേർട്ടേഷൻ അതാണ് കൺവേർട്ടേഷൻ എന്ന് പറയാൻ പാടുണ്ടെന്ന് അറിയില്ല ശരിക്കും പറഞ്ഞാൽ. അത് കൺവേർട്ടേഷൻ എന്ന് പറയാൻ പറ്റും. സംസ്കാരത്തെ അവിടെ നേരത്തെ ഉണ്ടായിരുന്ന സംസ്കാരത്തോടൊപ്പം തന്നെ ഇസ്ലാമിൻ്റെ മഹത്തായ സംസ്കാരങ്ങളെയും ഒരു വലിയ വിഭാഗം ജനത സ്വീകരിച്ചു. അതുകൊണ്ടാണ് ഇത്തരം തെയ്യത്തിന് അവിടെ നിൽക്കാൻ പറ്റുന്നത്. രണ്ടാമത്തെ തെയ്യം എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് വെച്ചാൽ നമ്മുടെ പുളിങ്ങോം പള്ളിയിൽ അവിടെ ഒരു ആളുണ്ടായിരുന്നു. അവിടെ അദ്ദേഹം അത്യാവശ്യം ഈ ബാങ്കുവിളിയൊക്കെ ആയിട്ട് നടക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഈ കളന്തൻ എന്നാണ്. കളന്തൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് സൂഫിസത്തെ ഇപ്പോൾ ഹുസൈൻ കണ്ടത്താണിയുടെ സൂഫിസത്തിലെ ഗുരുപരമ്പരകൾ എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഈ ഖാദിരിയ തരീഖത്തിലെ മക്തൂമിൻ്റെ ശിഷ്യന്മാരെയാണ്, ഖാദിരിയ തരീഖത്തിൽ സ്വീകരിച്ച സൈനുദ്ദീൻ മക്തൂമിൻ്റെ ശിഷ്യന്മാരെയാണ് കലന്തന്മാർ എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്ന് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് കാണിക്കുന്നത് ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഗുണമെന്ന് വെച്ചാൽ ഒന്ന് നമ്മുടെ മെഡിസിനും മെഡിറ്റേഷനുമാണ്. ആ സമയത്ത് ആ പ്രദേശത്തുണ്ടായിരുന്ന സാധാരണ ജനങ്ങൾ പൊതുവെ പറഞ്ഞാൽ അവിടുത്തെ ഇത്തരത്തിലുള്ള ഈ മെഡിസിന് വേണ്ടി ആശ്രയിച്ചിരുന്നത് അവിടെ താമണ്ടി എന്ന് പറയുന്ന ഒരു സ്ത്രീയായിരുന്നു. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് വെച്ചാൽ ഇദ്ദേഹം വന്നു ആ പ്രദേശത്തുള്ള ജനങ്ങളുമായിട്ട് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് അടുപ്പമുണ്ടാക്കുകയും ഇദ്ദേഹം ഇവിടുത്തെ ആ നാട്ടിലിരുന്ന സാധാരണക്കാർക്ക് ആതുര ശുശ്രൂഷയും ഇതൊക്കെ ചെയ്തു കൊടുത്തതോടു കൂടിയിട്ട് ചാമണ്ടിക്ക് അദ്ദേഹത്തോട് വല്ലാത്തുള്ളൊരു പകയുണ്ടാകുകയും പിന്നീട് ചാമണ്ടി ഇദ്ദേഹത്തെ ഈ കുളത്തിൽ അല്ലെങ്കിൽ തോട്ടിൽ മുക്കിക്കൊല്ലുന്നതായിട്ട് കാണാൻ ഇവിടെയും കാണാൻ പറ്റുന്നത് സൂഫിസത്തിലുണ്ടായിരുന്ന മെഡിസിൻ്റെ സ്വാധീനം എത്രമാത്രം ഇന്റർലാൻഡ് അത് കാണിക്കുന്നുണ്ട്. മൂന്നാമതായിട്ടുള്ളത് ഒരു വൈദ്യുതി മുത്തച്ഛി തെയ്യം എന്ന് പറയുന്ന ഒരു സ്ത്രീ മുസ്ലിം തെയ്യത്തെക്കുറിച്ചിട്ടാണ്. ഇതും വളരെ രസകരമാണ്. ഇതുണ്ടാകുന്നിരിക്കുന്നത് നമ്മുടെ എനിക്ക് തോന്നുന്നു വെച്ചാൽ കാസർഗോഡിനും കുറച്ചും കൂടി അപ്പുറത്ത് പോകണം, പുത്തൂർ സൈഡിലാണ് ഈ തെയ്യം ഉള്ളത്. ഈ തെയ്യം എന്ന് വെച്ചാൽ ഒരു വളരെ അതിൻ്റെ പുരാവർത്തനം പറയുന്നത് വളരെ പ്രായമായൊരു സ്ത്രീയാണ്. അപ്പോൾ അവിടുത്തെ നാടുവാഴിക്ക് നായാട്ടിന് പോയപ്പം ഈ മുള്ളു വീണ മരച്ചുവട്ടിൽ വീഴുകയും അദ്ദേഹത്തിന് ഒരുപാട് നമ്മുടെ ഈ പ്രാദേശികത്തിലുള്ള വൈദ്യന്മാരുടെ ശുശ്രൂഷയൊക്കെ കൊടുത്തിട്ടൊന്നും ഈ അസുഖം മാറുന്നില്ല. പിന്നീട് അവിടുത്തെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരാൾ പറയും ഇങ്ങനൊരു മുസ്ലിം സ്ത്രീയുണ്ട് ഇന്ന സ്ഥലത്ത്, അവരെ പോയിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇത് മാറുമായിരിക്കും. അങ്ങനെ ഈ നാടുവാഴി പ്രത്യേക കൽപ്പന കൊടുത്തിട്ട് അവരെ പല്ലക്കിലെത്തിക്കൊണ്ട് ഇവിടെ നാടുവിൻ്റെ വാഴിൻ്റെ വീട്ടിലെത്തിക്കുക. ഈ സ്ത്രീ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ പച്ച മരുന്നുകൾ വേവിച്ചിട്ട് ആ വെള്ളം കൊണ്ട് ഈ നാടുവാഴിയെ കുളിപ്പിക്കുന്ന 7 ദിവസം കുളിപ്പിച്ചതിന് ശേഷം നാടുവാഴിൻ്റെ അസുഖം മുഴുവനും മാറുന്നു. അങ്ങനെ നാടുവാഴി പറയും എൻ്റെ പാതി രാജ്യവും എൻ്റെ സമ്പത്ത് മുഴുവനും നിങ്ങളുടെ കാലിലേക്ക് അടിയിൽ വെക്കാന്ന് പറയുമ്പം ഈ പ്രായമായ ആ മുസ്ലിം സ്ത്രീ പറയുന്നത് ഈ ദുനിയാവിൽ ഇത്തരത്തിലുള്ള ഈ സമ്പത്ത് എനിക്ക് എൻ്റെ അള്ളാഹുവിനോടുള്ള പ്രീതി ഇല്ലാതാക്കുകയും ഞാൻ അനുഷ്ഠിക്കുന്ന എൻ്റെ കർമ്മങ്ങൾ മുഴുവനും ഇല്ലാതാക്കുകയും നിങ്ങൾ എൻ്റെ കാല് പിടിച്ചുകൊണ്ടല്ല എന്നോട് ഇത് ചെയ്യേണ്ടത്, നിങ്ങൾ സർവശക്തനായ ദൈവത്തോടാണ്, അള്ളാഹുവിനോടാണ് നിങ്ങൾ കരുണയാചിക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. ഇത് 3 എലമെന്റ് കാണിക്കുന്നത് എങ്ങനെയാണ് പൂർവ്വകാലത്ത് ഇത്തരത്തിലുള്ള മുസ്ലിം തെയ്യങ്ങൾക്ക് സമൂഹത്തിൽ നിൽക്കാൻ പറ്റിയത്. ഇന്നത്തെ കാലത്ത് നിങ്ങൾക്കറിയാം, ഇന്നത്തെ കാലത്ത് ഇത്തരത്തിലുള്ള ആൾക്കാർ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും തെയ്യമായിട്ട് കൊണ്ടാടാൻ പറ്റില്ല ഇന്നത്തെ സൊസൈറ്റിയിൽ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സ്ട്രക്ചറൽ ഇസ്ലാമിന് ഒരിക്കലും കൊണ്ടാകുന്ന ഏറ്റവും വലിയ ഉദാഹരണം വെച്ചാൽ വടക്കേ മലബാറിൽ ഫാദർ കൈറോണ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ക്രിസ്ത്യൻ മിഷണറി ഉണ്ടായിരുന്നു. അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ നമ്മുടെ വടക്കേ മലബാറിലുണ്ടായിരുന്ന ഇതെല്ലാം ഈ വയലടിയാളം മുഴുവനും ക്രിസ്ത്യാനിറ്റി ആക്കുകയും പിന്നീട് അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ ക്രിസ്ത്യൻ മതം സ്വീകരിച്ച പുലയന്മാരുടെ പ്രപഞ്ച വീക്ഷണം കാര്യമായിട്ട് മാറിയിരുന്നില്ല. അവരുടെ ചിന്തകൾ പോകുന്നത് പിന്നെ ഇതും ആട്ടത്തിലേക്കും പാട്ടിലേക്കും തോട്ടത്തിലേക്കുമാണ് അവരുടെ ചിന്തകൾ പോകുന്നത്. പ്രപഞ്ച വീക്ഷണം മാറുന്നില്ല. അവർ വിശുദ്ധ കുർബാന എന്നതിനപ്പുറത്തേക്കായിട്ട് അവരുടെ മനസ്സ് പോയിരിക്കുന്നത് നേരത്തെ അവർ ആചരിച്ചിരുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും. അതോടുകൂടിയിട്ട് അവരെന്താക്കാൻ പോയെന്ന് വെച്ചാൽ ഈ ഫാദർ കൈറോണിയുടെ അവരുടെ ഒരു കാരണവർ തെയ്യമായിട്ട് കൊണ്ടാടാൻ പോവാണ്. അപ്പോൾ ആധുനിക കാലത്തായിട്ട് അപ്പം ക്രിസ്ത്യൻ മിഷനെ സംബന്ധിച്ചിടത്തോളം ഈ തെയ്യം എന്ന് പറയുന്ന ഡീവിളാണ്. അവർ പറഞ്ഞു നിങ്ങൾ തെയ്യമായിട്ട് ഇദ്ദേഹത്തെ അനുഷ്ഠിക്കാൻ പാടില്ല. അപ്പം ആധുനിക പൂർവ്വകാലത്ത് ഈ ഇന്റർലാൻഡ് പ്രൊഡക്ഷൻ സെന്ററുകളിൽ എങ്ങനെയാണ് നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള ടെക്സ്റ്റൈൽ ഇസ്ലാമിന് പുറത്ത് വേറെ തരത്തിലുള്ള സംസർഗങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. അതായത് ഞാൻ പറയുന്നത് വെച്ചാൽ
നമ്മുടെ ഉൽപാദന വിതരണ കേന്ദ്രങ്ങളും അതായത് ഡിസ്ട്രിബ്യൂഷൻ സെന്ററുകൾ, അതായത് അർബൻ സെന്ററുകളിൽ കൃത്യമായിട്ട് ഇസ്ലാം ഉണ്ടായിട്ടുണ്ട്. 11-ാം നൂറ്റാണ്ട് നമുക്ക് ഇപ്പോൾ MNLA റുഷീദ് സുൽത്താൻമാരുടെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അത് കച്ച് മുതൽ എനിക്ക് തോന്നിച്ചാൽ തമിഴ്നാട് കോസ്റ്റൽ ബെൽറ്റ് വരെ ഉള്ള ഈ സുന്നി പള്ളികളിലെ ഈ കാളിമാർക്കും കത്തീവുമാർക്കും സ്റ്റേറ്റ്മെന്റ് കൊടുക്കും. ഗോൾഡായിട്ട് നമ്മൾ ഇവിടെയൊക്കെ കാണും ഗോൾഡ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ നിലമ്പൂരിലെ കാളിമാർക്ക് ഇത് കാണുന്നത്, പക്ഷെ കോഴിക്കോട് അതിനകത്ത് കാണുന്നില്ല. കോഴിക്കോട് 12th century 13th century ഒരു അർബൻ സെന്ററായിട്ട് വളർന്നു വന്നിട്ടുണ്ടോ എന്നുള്ളത് കൂടുതൽ പഠിക്കേണ്ട ആവശ്യമാണെന്നും കൂടി ഈ ടെക്സ്റ്റ് കാണിക്കുന്നത്. പക്ഷേ ഈ ടെക്സ്റ്റ് കാണിക്കുന്നത് എങ്ങനെയാണ് ഹിന്ദർലാൻഡായ നിലമ്പൂരിൽ ഇസ്ലാം ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് വെച്ചാൽ ഇത് പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ്. പ്രൊഡക്ഷൻ സെന്ററാണ് നിലമ്പൂർ കാര്യമായിട്ട്. അതായത് തേക്കിൻ്റെ ആയിക്കോട്ടെ, ഹിൽ പ്രൊഡക്റ്റ് ആയിട്ട് എന്തായാലും ഇസ്ലാം അവിടെ എത്തി. അതുകൊണ്ടാണ് റുഷീദ് സുൽത്താൻമാരുടെ സ്റ്റേറ്റ്മെന്റ് അവിടുത്തെ കാലി കൊടുക്കുന്നതായിട്ട് കാണുന്നത്. ഇത് കാണിക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നാം ഇന്ന് വിശ്വസിക്കുന്ന ഒരു ഇസ്ലാം അല്ലെങ്കിൽ മുസ്ലിം എന്ന രീതിയിലായിരുന്നില്ല മധ്യകാലത്ത് ഇവരെ കണ്ടിരുന്നത്. മധ്യകാലത്ത് അതെന്ന് നമുക്കറിയാം. പൊതുവെ ഡോക്ടർ M. മുരളീധരൻ്റെ കേരളത്തിലെ മറ്റേ ഹിന്ദു സമൂഹ രൂപീകരണം എന്ന പുസ്തകം വായിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. അവിടെ ഹിന്ദുക്കളിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. അദ്ദേഹം വളരെ വിശദീകരിച്ച് പറയുന്നുണ്ട്. അതായത് ഈ ഹിന്ദു ആരാണെന്ന് ചോദിക്കുന്ന സമയത്ത് മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നോ പറയാൻ പറ്റാത്ത 2000 വർഷം മുമ്പുള്ള ബ്രാഹ്മണന്റെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും വിശ്വാസങ്ങൾക്കും വിഭിന്നമായിക്കൊണ്ടുള്ള ഭക്ഷണ രീതികളും ആചാര രീതികളും അനുഷ്ഠാന രീതിയും പുലർത്തിയിരുന്ന ഇവിടുത്തെ സാധാരണക്കാരൻ ഞാൻ ഹിന്ദു എന്ന് പറയാൻ നിർബന്ധിതനായെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള സ്ട്രക്ചറൽ റിലീജിയന് പുറത്ത്, സ്ട്രക്ചറൽ റിലീജിയൻ നമുക്കറിയാം, അത് എനിക്ക് തോന്നുന്നത് ഈ 12-നും 16-നും നൂറ്റാണ്ടിനും ഇടയിൽ ഹിന്ദർലാൻഡിൽ കാര്യമായിട്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അത് കാണിക്കുന്നത് ഫോക്ക് ഇസ്ലാമിന്റെ സ്വാധീനമാണെന്നും അതോടൊപ്പം തന്നെ നമുക്ക് കാണാം ദ്രാവിഡ ആചാരത്തിന്റെ ഭാഗമായി എല്ലാം ദ്രാവിഡൻ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ഈ സൂഫികളെ മുഴുവൻ ഇത്തരത്തിലുള്ള സൂഫികളുടെ കബറുകളെ പിന്നീട് നമുക്ക് ഈ അവിടുത്തെ സാധാരണക്കാരവിടെ ഓർമ്മ പുതുക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം തെയ്യങ്ങളെ കൊണ്ടു നടക്കുന്നത്. ഇത് കെട്ടിയാടുന്നത് ഏതെങ്കിലും ദർഗയിലോ പള്ളികളിലോ അല്ല. ഇത് കൊണ്ടാടി നടക്കുന്നതോ നമ്മളിൽ മുസ്ലിങ്ങളിൽ പെട്ടവരും അല്ല. ഇത് കൊണ്ടാടി നടക്കുന്നത് അവിടുത്തെ തന്നെയുള്ള പ്രാദേശികവാസികളും ആ തെയ്യത്തെ കൊണ്ടു നടക്കുന്നത് അവിടെയുള്ള സാധാരണക്കാരന് മുസ്ലിങ്ങളെ ഈ തെയ്യം വിളിക്കും. അതാ തെയ്യം പൊതുവെ പറഞ്ഞാൽ നമ്പൂതിരിയെ കാണുമ്പോൾ പീഠം വഴക്കം പറയുന്നത് പോലെ തന്നെ ഈ നമ്മുടെ മുസ്ലിങ്ങളെ കാണുമ്പോൾ അത് അവർ മാടായി നഗരേ എന്നും അതോടൊപ്പം തന്നെ ചേർമൻ പെരുമാളെ കുറിച്ചുള്ള മതപരിത്തനത്തെ കുറിച്ചിട്ടും തെയ്യം വാചാലമായിട്ട് പറയും. ഇത് രണ്ടും കാണിക്കുന്നത് ഞാനിന്ന് പറയുന്നത് പോലെ നമ്മളിന്ന് കാണുന്ന രീതിയിലുള്ള ടെക്സ്റ്റൈൽ ഇസ്ലാമിന് പുറത്ത് ഇന്റർലാൻഡുകൾ ഉൽപാദന കേന്ദ്രങ്ങളിൽ വേറെ തരത്തിലുള്ള ഒരു ഇസ്ലാമിൻ്റെ ഒരു കോൺട്രഡിക്ഷൻ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഏത് രീതിയിലാണെന്ന് ഇനിയും കൂടുതലായിട്ട് പഠിക്കേണ്ടി വരും നമുക്ക്. ഇത് ഈ ഉപദാനങ്ങൾക്കാണ്, അല്ലെങ്കിൽ ആധുനിക പൂർവ്വകാലത്താണെങ്കിൽ ഇത്തരത്തിലുള്ള തെയ്യം അല്ലെങ്കിൽ ഒരു മുസ്ലിം ഒരു സൂഫി മരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ആൾ മരിച്ചാൽ തെയ്യമായിട്ട് കൊണ്ടാടാൻ നമുക്ക് പറ്റില്ല. സ്ട്രക്ചർ റിലീജിയനുള്ളിൽ. അതുകൊണ്ടാണ് കൈറോണച്ചനെ തെയ്യമായിട്ട് കൊണ്ടു നടക്കാൻ പറ്റാതിരുന്നത്. അപ്പം നാം ഇന്ന് കാണുന്ന രീതിയിലുള്ള ഒരു ടെക്സ്റ്റൈൽ ഇസ്ലാം പൊതുവെ പറഞ്ഞാൽ അർബൻ സെന്ററുകളിൽ, അതായത് ട്രേഡ് സെന്ററുകളിലും ട്രേഡ് സെന്ററുകൾക്ക് പുറത്ത് ഉണ്ടാക്കിയിരുന്ന ഇസ്ലാമുകൾ പൊതുവെ പറഞ്ഞാൽ ഇസ്ലാമിന്റെ സാംസ്കാരിക മൂല്യങ്ങളാണ് സൂഫികൾ കാര്യമായിട്ട് പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. ഇസ്ലാം മുന്നോട്ട് വെച്ചിരിക്കുന്ന മാനവിക മൂല്യങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള ഒരു ഇസ്ലാമിക ആക്ടിവിറ്റീസാണ് അവർ നടത്തിയിരിക്കുന്നു. വളരെ പിൽക്കാലത്തായിരിക്കാം, അല്ലെങ്കിൽ 16-ാം നൂറ്റാണ്ടിന് ശേഷമാണ് കാര്യമായിട്ടും ടെക്സ്റ്റൈൽ ഇസ്ലാമിൻ്റെ രീതിയിലേക്കുള്ള ഒരു ഇസ്ലാമിക മൂവ്മെൻറ്റ് ഇന്റർലാൻഡുകളിൽ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ സെന്ററുകളിലേക്ക് വളർന്നു വന്നിരിക്കുന്നത് എന്ന് ഇത്തരത്തിലുള്ള തെയ്യത്തിൻ്റെ പഠനങ്ങളിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളിലൂടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. നന്ദി അബ്ദുള്ള നിലത്ത് സാർ. അടുത്തതായിട്ട്